നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. ഇന്ന് നമ്മൾക്ക് 3 വിശിഷ്ട അതിഥികളുണ്ട്. കുംഭമേളയ്ക്ക് പോയിട്ടുള്ള ആളുകളെ കാണുക എന്നുള്ളതും കുംഭമേളയ്ക്ക് പോയിട്ടുള്ള ആളുകളെ ആദരിക്കുക എന്നുള്ളതും അവരോട് സംസാരിക്കുക എന്നുള്ളതൊക്കെ വലിയ മഹാപുണ്യം തന്നെയാണ്. കാരണം പലർക്കും 144 വർഷം കൂടുമ്പോൾ നടക്കുന്ന മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് വേദനയോടെ ഓർക്കുന്ന പലർക്കും ഇത്തരത്തിൽ പോയിട്ടുള്ള ആളുകളുമായിട്ട് അവരുടെ ആ വലിയ മഹാ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. പിന്നെ മഹാകുംഭമേള എന്നുള്ളത് ഈ പറയുന്ന 44 ദിവസത്തോളം ഉള്ളൂ എങ്കിലും അവിടെ പുണ്യ സ്നാനം ചെയ്യാൻ വർഷത്തിലെ എല്ലാ ദിവസവും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ അവിടേക്ക് എത്തിപ്പെടാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇവരൊക്കെ എത്തിപ്പെട്ടത്, എത്ര ബോൾഡ് ആയിട്ടാണ് ഇവരൊക്കെ ഇവിടുന്ന് പോയിട്ടുള്ളത് എന്നെല്ലാം ഇവരിൽ നിന്ന് തന്നെ കേൾക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് ആദ്യം കാടാമ്പുഴയുടെ പുത്രിയായിട്ടുള്ള കമറുന്നീസയിൽ നിന്ന് തന്നെ തുടങ്ങാം. കാരണം കമറുന്നീസ കാടാമ്പുഴ പോയി വന്നതിന് ശേഷം സംഭവിക്കുന്ന ഒരുപാട് വിഷയങ്ങളൊക്കെ അവരുടെ ഫേസ്ബുക്ക് പ്രൊഫൈലൊക്കെ കാണുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. അത്തരത്തിൽ എങ്ങനെയായിരുന്നു കമറുന്നീസാജി നിങ്ങളുടെ ആ ഒരു പോക്കും അതല്ലെങ്കിൽ തിരിച്ചു വരവും അവിടെ എത്തലും എല്ലാം എങ്ങനെയാണ് അതിന്റെ ആ ഒരു തുടക്കം മുതൽ പറയുകയാണെങ്കിൽ? ആക്ച്വലി ആഗ്രഹം ഒരുപാടുണ്ടായിരുന്നു, പക്ഷെ പറ്റുമെന്നുള്ള ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ പെട്ടെന്നായിരുന്നു. കാരണം ഒരു വെള്ളിയാഴ്ച ഡിസൈഡ് ചെയ്ത് വൈകിട്ട് പോയി കൗണ്ടർ ടിക്കറ്റ് എടുക്കുന്നു, പിറ്റേന്ന് രാവിലെ കയറുന്നു. അപ്പോ അപ്പോഴും നമുക്ക് അറിയുന്നില്ല. നമ്മള് പോയി കൗണ്ടർ ടിക്കറ്റ് എടുക്കുമ്പോഴോ 299 വെയിറ്റിംഗ് ലിസ്റ്റ് ആണ് കാണിക്കുന്നത്. അപ്പൊ അതുവരെ നമുക്ക് ആരെയും കിട്ടുന്നില്ല, തനിച്ച് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ചിക്കറിയാലോ, നമ്മളൊരാളെ പരിചയപ്പെടുത്തി തരുന്നതും അവര് ബൈ ഫോണിലൂടെ പരിചയപ്പെടുന്നു. അങ്ങനെ ടിക്കറ്റ് എടുക്കുന്നു. ബൈ ഫോണ് ട്രെയിനിൽ നിന്നാണ് നമ്മൾ അവരെ കാണുന്നത്. എന്ത് വന്നാലും അവിടെ എത്തുക എന്നുള്ള ഒരു ഉദ്ദേശം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമുക്ക് അവിടെ എത്തുന്നത് വരെ യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല. ട്രെയിനിൽ തിരക്കുകൾ ഫീൽ ചെയ്തിട്ടില്ല. UP എത്തുന്ന സമയത്താണ് നമുക്കൊരു റഷായിട്ട് ഫീൽ ചെയ്തത്. എന്നാലും ഒരു 5 മിനിറ്റ് പോലും നമുക്ക് നിൽക്കേണ്ടി ഒന്നും വന്നിട്ടില്ല. ഭംഗിയായി എത്തി. അവിടെ എത്തിയ സമയത്ത് നമുക്ക് അങ്ങനെ വലിയ തോതിലുള്ള തിരക്കുകളൊന്നും ഫീൽ ചെയ്യുന്നു. തിരക്കുണ്ട് എങ്കിൽ കൂടി അത് നമ്മൾ ഫീൽ ചെയ്യുന്നില്ല. ഒക്കെ ഒരു ഹാപ്പി മൂഡിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒരുപാട് നടന്നു. ഏകദേശം 2-3 ദിവസം കൊണ്ട് നമ്മൾ ഒരുപാട് നടക്കുകയൊക്കെ ചെയ്തു. തലേന്നെത്തി അന്ന് രാത്രി ഒരുപാട് നടന്നു. പക്ഷെ ആ നടത്തം എന്നെ സംബന്ധിച്ച് 5-10 മിനിറ്റ് നടക്കുമ്പോൾ തന്നെ ഞാൻ തളരുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ച് അതൊന്നും എന്നെ ബാധിക്കുന്നില്ല. ഒക്കെ നല്ലൊരു ഗംഗയുടെ തീരങ്ങളിലൂടെ നടക്കുന്നു. ഞങ്ങളുടെ ഷെൽട്ടർ 12 ആയിരുന്നു. അവിടെ എത്താൻ നമ്മള് ഗംഗയുടെ അവിടെ നിന്ന് ചോദിച്ചപ്പോഴേ അവിടെ 4 കിലോമീറ്റർ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ നടക്കാന്നുള്ള ഒരു ഇതില് നടന്നു വഴി തെറ്റി. പിന്നീട് വണ്ടികൾ കിട്ടുന്നില്ല, ഒരുപാട് ഡിലേ വന്നപ്പോൾ. പക്ഷെ പിന്നീട് നമുക്ക് ബൈക്ക് ബാർഗെയിൻ ചെയ്ത് എടുക്കുക ചെയ്ത്. അങ്ങനെ ജുനാഗാദയിൽ എത്തി. അപ്പോഴും ബജിജി പറഞ്ഞ പ്രകാരം അവിടെ എല്ലാം ഭംഗിയായി തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മള് വിളിച്ചു, എല്ലാം ഭംഗിയായി തന്നെ നമുക്ക് ടെന്റിൽ താമസിക്കാനും ഭക്ഷണമൊക്കെ കിട്ടി. പിറ്റേന്നാണ് സ്നാനം ചെയ്യുന്നത്. അപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എന്താവും എന്നുള്ളൊരു ആശങ്കയുണ്ട്. കാരണം ഇത്രയും തിരക്ക്, കോടിക്കണക്കിനുള്ള ആളുകൾ വരുന്നു. അപ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. പക്ഷെ പറയത്തക്ക യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് ഫീൽ ചെയ്തില്ല. ഭംഗിയായിട്ട് അവിടെ പോയി സ്നാനം ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നത്. എന്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു കൂടെ. കൂട്ടുകാരി ഉണ്ടായിരുന്നു, ജിജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴേ ഞങ്ങൾ നല്ല ബെസ്റ്റ് ഫ്രണ്ടായി. അതിനു മുന്നേ ഞങ്ങൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ട്രെയിനിൽ നിന്നാണ് കാണുന്നത്. അതുപോലെ ഞങ്ങൾ തിരൂരിൽ നിന്ന് കയറിയപ്പോൾ ഞങ്ങൾക്ക് ഒരു 3 പേരെ അറിയുന്നവരെ തന്നെ കിട്ടിട്ടോ. പിന്നീട് ഞങ്ങൾ 5 പേര് ചേർന്ന യാത്രകളൊക്കെ ഉണ്ടായിരുന്നത്. എല്ലാം ഒരു ഭംഗിയായിട്ട് അതിമനോഹരമായിട്ട് യാതൊരു ബുദ്ധിമുട്ടുകളും വരാതെ നമുക്ക് ചെയ്യാൻ പറ്റി എന്നതാണ് മഹാഭാഗ്യമായിട്ട് തോന്നുന്നത്. ആതികാജി, എങ്ങനെയാണ് അങ്ങയുടെ ഒരു എക്സ്പീരിയൻസ്? അങ്ങ് പോയ ഒരു വിവരം എനിക്ക് അറിയില്ല. ഞാൻ ആ ഫോട്ടോസ് ഫേസ്ബുക്കിൽ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവിടെ എത്തിയിട്ടുണ്ട് ആള് എന്നുള്ളത്. എങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ? മഹാകുംഭമേള 144 വർഷത്തിൽ ഒരിക്കൽ വരുന്നതാണല്ലോ. അത് നമുക്ക് നമ്മുടെ മക്കൾക്കും കൂടെ ഒരു പക്ഷേ അത് ഇനി ഭാഗ്യം കിട്ടില്ല. പേരക്കുട്ടികൾക്ക് കിട്ടിയാലായി. അപ്പൊ എന്തായാലും പോണെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ട്രെയിന് സെലക്ട് ചെയ്തപ്പോഴാണ് മഹാകുംഭമേളയുടെ സ്പെഷ്യൽ ട്രെയിന് പാലക്കാട്ട് നിന്ന് പോകുന്നത്. ആ ട്രെയിനിന് എനിക്ക് എറണാകുളത്ത് അറിയാവുന്ന ഒരു ട്രാവൽ ഏജന്റ് ഉണ്ട്. അദ്ദേഹം വളരെ ഇതായിട്ട് തന്നെയാണ്, റിസ്ക് എടുത്തിട്ട് തന്നെയാണ് എനിക്ക് ബുക്ക് ചെയ്ത് തന്നത്. എനിക്ക് വെയിറ്റിംഗ് ലിസ്റ്റ് 2 ആയിരുന്നു. പിന്നെ അത് RAC ആയി.
എന്തായാലും എനിക്ക് കിട്ടി. ഞാൻ അവിടെ പോയി വളരെ നല്ല പോസിറ്റീവ് എനർജി ആയിരുന്നു, നല്ലൊരു അനുഭവമായിരുന്നു. പക്ഷെ ഞാൻ അവിടെ കണ്ടത് പിന്നെ നമ്മുടെ ഒരു ഏറ്റവും വലിയ ഒരു പിന്നെ ബൈജു പോയിട്ടുള്ള ഒരു സ്ഥലമാണല്ലോ, അതുകൊണ്ട് തന്നെ ബൈജുവിനെ അറിയാം. വളരെ ക്ലീനും വെടുപ്പുമായിട്ടുള്ള സ്ഥലമായിരുന്നു. നമ്മുടെ ശബരിമലയൊക്കെ നമുക്കറിയാലോ, അധികം ഭക്തരൊന്നും വരുന്നില്ല. ഇവരെ കുംഭമേളയെ അപേക്ഷിച്ചിട്ട് 10, 65, 66, 70 കോടിയുടെ അടുത്ത ആളുകൾ സ്നാനം ചെയ്ത ഒരു സ്ഥലത്ത് അധികം ഒരു മാലിന്യമോ അല്ലെങ്കിൽ ഒരു വൃത്തികേടൊന്നും കണ്ടില്ല. നമ്മുടെ ശബരിമലയൊക്കെ കണ്ടിട്ടില്ലേ, പമ്പയൊക്കെ വളരെ മലിനമായിട്ട് കിടക്കുന്ന രീതിയിൽ സർക്കാർ യാതൊരുവിധ രീതിയിലും അത് ചെയ്തിട്ടില്ല കേരളത്തില്. പക്ഷെ യോഗി സർക്കാർ വളരെ വളരെ എന്താ പറയാ, വളരെ പെർഫെക്റ്റ് ആയിട്ട് വളരെ നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യുകയും ഇത്രയും ജനങ്ങളെ മാനേജ് ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അത്ഭുതമാണ്. അത് ദൈവികമായ ശക്തി തന്നെയാണ് തീർച്ചയായിട്ടും. കാരണം ഈ ശബരിമല പോലുള്ള ഒരു സ്ഥലത്ത് പോലും കേരള സർക്കാരിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാനിവിടെ രാഷ്ട്രീയമല്ല പറയുന്നത് ബൈജു, ഞാൻ സത്യസന്ധമായ കാര്യമാണ് പറയുന്നത്. ശബരിമല പമ്പ തീരൊക്കെ വളരെ മലിനീകരിക്കപ്പെട്ട നിലയിലാണ് നമ്മൾ കാണുന്നത്. സർക്കാർ അതിനെ ശുദ്ധിയാക്കാനും യാതൊരു വിധത്തിലുള്ള പ്രവർത്തികളും ചെയ്യുന്നില്ല. ദേവസ്വം ബോർഡ് ചെയ്യുന്ന എന്താണ്, എന്തെങ്കിലും വരുമാനം കിട്ടിയാൽ അത് പോക്കറ്റിലേക്ക് അടിച്ചു മാറ്റുക എന്ന രീതിയിലേക്ക് മാത്രം, ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് മാത്രം കാണുകയും അതിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കാൻ ഇരു സർക്കാരുകളും പരാജയപ്പെട്ടിട്ടുണ്ട്. അതായത് ഇവിടെ ഇതിനു മുമ്പ് ഭരിച്ചിട്ടുള്ള കോൺഗ്രസും ഇപ്പൊ നടത്തുന്ന സംസ്ഥാന സർക്കാരും ഒക്കെ തന്നെ പൂർണ്ണ പരാജയമാണ് കേരള സർക്കാരുകൾ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷെ ഞാൻ കണ്ടത് അവിടെ യോഗി ആദിത്യനാഥിന്റെ നൈപുണ്യം, അദ്ദേഹത്തിന്റെ ആ ഒരു പിന്നെ വിൽ പവർ, അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് പവർ, അതാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നമ്മൾ പറയല്ലോ, ഈ രാമക്ഷേത്രം എന്നുള്ളത് നമ്മുടെ ഒരു സ്വപ്നമാണ് അല്ലെ. സത്യത്തില് ഈ ഒരു ത്രേതായുഗത്തില്, രാമൻ ജനിച്ച ത്രേതായുഗത്തില് പോലെ ഉള്ള ആ ഒരു കാലഘട്ടമാണ് നമുക്ക് വന്നിട്ടുള്ളത്. നമുക്കറിയാം, പിന്നെ അനേക സനാതന ധർമ്മ വിശ്വാസം, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ സ്വപ്നമായിട്ട് മാറിയ രാമക്ഷേത്രം അയോധ്യയിൽ ഉയർന്നു വന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം മഹാകുംഭമേള എന്ന 144 വർഷത്തിലെ ഒരിക്കൽ വരുന്ന, അതും ഈ കാലഘട്ടത്തിൽ വന്നു, യോഗി ആദിത്യനാഥിന്റെ കാലഘട്ടത്തിൽ വന്നു എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ആ ഒരു കരങ്ങൾ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ മാലിന്യങ്ങളൊക്കെ അപ്പൊ തന്നെ നീക്കം ചെയ്യുന്നുണ്ട് സന്നദ്ധ പ്രവർത്തകർ, നമ്മളെല്ലാവരും കണ്ടതാണ്. ഞാൻ സെക്ടർ 9 ഞാൻ പോന്നതും അന്നത്തെ ദിവസം സ്നാനം ചെയ്ത് അവിടുന്ന് ഇങ്ങോട്ട് ഒരു ട്രെയിൻ ഉണ്ട്. സത്യത്തിൽ എനിക്ക് സീറ്റൊന്നും ഇല്ല, ഞാൻ എ സിയിലായിരുന്നു. എ സിയിൽ പോലും ആളുകൾ തിങ്ങി നിറഞ്ഞിട്ട് ആളുകൾ, നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം പോവുക വരിക എന്നുള്ളതായിരുന്നു, പങ്കെടുക്കുക. ജീവിതത്തിൽ ഒരിക്കൽ കിട്ടുന്ന ആ സുലഭ നിമിഷം നമ്മൾ ഒരിക്കലും പാഴാക്കാൻ പാടില്ല എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടെ പോയി. ദൈവം സാധിച്ചിട്ട് എനിക്ക് യാതൊരുവിധ രോഗങ്ങളും വന്നില്ല. അവിടെ മുങ്ങിക്കുളിച്ചവർക്ക് മലിനീകരണപ്പെട്ട ജലത്തിൽ മുങ്ങിക്കുളിച്ച് ഒരുപാട് ആളുകൾ രോഗികളായി എന്നൊക്കെ ഇവിടുത്തെ വലത് മാധ്യമങ്ങളൊക്കെ ഒരുപാട് കൊട്ടിയാഘോഷിച്ചിരുന്നു. സത്യത്തിൽ അതൊന്നും ഉണ്ടായിട്ടില്ല. ആ ജലം അത്ര പവിത്രവും ശുദ്ധവുമാണ് എന്ന കാര്യത്തിൽ അവിടെ പോയി മുങ്ങിയവർക്കും അവിടെ കുളിച്ചവർക്കും അറിയാം. കേന്ദ്രമന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ അതിലൊക്കെ കുളിച്ചിട്ടുണ്ട്. അവർക്ക് ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. എന്തായാലും ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു, ബൈജു ശ്രദ്ധിച്ചോന്നറിയില്ല. പിന്നെ കമ്മികൾക്ക് ചൊറിയും, കുളിച്ചാലും ചൊറിയും, കുളിച്ചില്ലെങ്കിലും ചൊറിയും, മനസ്സിലായില്ലേ? അപ്പോ അതിനാ രീതിയിൽ കണ്ടാൽ മതി. ഞാൻ പറയട്ടെ, ഇന്ത്യയിൽ 120 കോടിയിലധികം ജനങ്ങളിൽ പകുതിയിലധികം ജനസംഖ്യ അവിടെ പോയിട്ട് സ്നാനം ചെയ്തു എന്ന് പറയുമ്പോൾ സത്യത്തിലെ ത്രേതായുഗല്ല സത്യയുഗം പിറന്നിട്ടുണ്ട് എന്നതിന്റെ ഉദാത്തമായ ഉദാഹരണമാണ്. അവിടെ പോയവർക്കൊക്കെ നല്ല പോസിറ്റീവ് എനർജിയും പോസിറ്റീവ് അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ പറയട്ടെ, എനിക്ക് അധികം ട്രാവൽ ചെയ്യാൻ, അതിൽ ഉറങ്ങാതെയൊക്കെ ട്രാവൽ ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. ഞാൻ പോന്നപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷെ എനിക്ക് ആ ഒരു പിന്നെ ശാരീരികമായോ അല്ലെങ്കിൽ മാനസികമായ ബുദ്ധിമുട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം ഞാൻ പോയത് നല്ലൊരു കർമ്മത്തിനാണ്. ആ കർമ്മം കഴിഞ്ഞ് തിരിച്ചു പോന്നെങ്കിൽ എന്റെ കൂടെ ദൈവാനുഗ്രഹം കൂടെ ഉണ്ടായി എന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ നല്ല അനുഭവമായിരുന്നു. പിന്നെ അവിടെ കണ്ടത് അയോധ്യയിൽ പോകാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ചാല് ഇവിടുന്ന് വാരാണസി സ്പെഷ്യൽ കുംഭമേള ട്രെയിനിനാണ് പോയത്. നമ്മുടെ പ്രയാഗ്രാജ് ചിയോക്കി എന്ന സ്ഥലത്താണ് ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെ പ്രയാഗ്രാജിൽ അതിന് സ്റ്റോപ്പില്ല. പിന്നെ വരുന്നത് വാരാണസിയിൽ, അത് അവിടുന്ന് പോകണം. അപ്പൊ അവിടുന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ 16 കിലോമീറ്റർ ഉണ്ട്. അവിടെയാണ് നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ എടുത്തത്. അവിടുന്ന് പിന്നെ ഈ റിക്ഷ ഗാഡിയിൽ കുറച്ച് ദൂരം സഞ്ചരിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ നടക്കുകയായിരുന്നു. എനിക്ക് ആ നടക്കുമ്പോഴൊന്നും യാതൊരുവിധ ഫീലിങ്ങോ അല്ലെങ്കിൽ ഒരു കാലുവേദനയോ ഒരു മുട്ടുവേദനയോ അങ്ങനെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇനി വെള്ളം മാറിയാലും ഒരുപാട് അലർജി പ്രോബ്ലംസ് ഒക്കെ ഉള്ള ഒരാളാണ്, പക്ഷെ എനിക്ക് അതും ഉണ്ടായിട്ടില്ല.
അപ്പൊ എന്തായാലും ദൈവം സഹായിച്ചിട്ട് നല്ലൊരു അനുഭവമായിരുന്നു എന്റെ ജീവിതത്തിൽ. ഞാൻ പറയട്ടെ, എന്റെ ഇത്രയും വയസ്സിലിടയ്ക്ക് ഞാൻ ഇത്രയും ഹാപ്പി ആയ ഒരു യാത്ര ജീവിതത്തിലാക്കിയാണ്. കമറുന്നീസ, അങ്ങയുടെ നടത്തവും അതുപോലെ ഒരുപാട് ദൂരം നടന്നു എന്നുള്ളതൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫീലൊക്കെ എങ്ങനെയായിരുന്നു? ദൂരം നടന്നതും ചുറ്റിക്കറങ്ങിയതും ഒക്കെ. അതെന്താ പറയണ്ടേ, ഞാൻ തന്നെയാണ് അത് ചെയ്തത്. ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. കാരണം കുറച്ച് നടന്നാല് വെയിൽ കൊണ്ടാ ഞാൻ തളർന്നു പോയി. ഞാനും സൂര്യനും ഭയങ്കര ശത്രുക്കളാണ്. ഞാന് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങള് ട്രെയിനിലുള്ള 3 പേർക്ക് എന്നെ അറിയായിരുന്നു. കാരണം പല പ്രോഗ്രാമിൽ നടന്നിട്ടൊക്കെ ക്ഷീണിച്ച് അവരെ കണ്ടു. അവരെന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. നീ ഇങ്ങനൊന്നും നടന്നൊന്നും കണ്ടില്ല, പക്ഷെ എന്ത് സംഭവിച്ചത് ഞാൻ തന്നെയാണെന്ന് ഇപ്പോഴും എനിക്കതൊരു സ്വപ്നമായിരുന്നോന്നാ. പിന്നെ ആ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഞാൻ അവിടെ പോയി ശരിയാണ് എന്ന് വിശ്വസിക്കാൻ പറ്റുന്നത്. കാരണം ഞാൻ നടന്നത് ഞാനാണോ, ആ വെയിലത്തിരുന്നത് ഞാനാണോ, എങ്ങനെ എനിക്കത് കഴിഞ്ഞോന്ന് എനിക്ക് ഇപ്പോഴും അതൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല സത്യം പറഞ്ഞ. അത്രയും ഇപ്പൊ അത്തികാമയും പറഞ്ഞതോ എക്സാക്ട്ലി അത് കറക്റ്റ് ആണ്. കാരണം അത്രയും നീറ്റായിട്ട് അവരെ ഇത്രയും കോടാനി ആളുകൾ വന്നിട്ട് അവിടെ അത്രയും നീറ്റായിട്ട് അവർ സൂക്ഷിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, നമുക്ക് നടക്കുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് വൈബ് ഇല്ലേ, അത് എന്റെ ഫീൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത് എനിക്കെന്തോ ഒരു സ്വപ്നമായിരുന്നു. അങ്ങനെ എനിക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റും. അവിടെ പ്രധാനമായിട്ടും നമ്മൾ കണ്ടതെന്നൊക്കെ, ഒരാൾ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടിയിട്ടില്ലല്ലോ. സന്നദ്ധ സംഘടനകളും ഒരുപാട് സംഘടനകളും ഫുഡായിട്ടും അതും നമുക്കൊന്നിനും ഒരു വെള്ളത്തിനൊന്നിനും ഒരു ബുദ്ധിമുട്ടുമില്ല. വളരെ നല്ല രീതിയിലുള്ള ഒരു അനുഭവം ഞാൻ ആദ്യമായിട്ട് കാണുക. കാരണം ഈ 70 കോടി ആളുകളെ മാനേജ് ചെയ്തത് എങ്ങനെയാണ് ഗവൺമെന്റിനെ സമ്മതിക്കുന്നത്. അത് ഞാൻ ചേച്ചി തിരുവനന്തപുരത്ത് കാർ എടുത്ത് പോയതാണ്, ട്രെയിൻ ഇല്ല, ഫ്ലൈറ്റ് ബുദ്ധിമുട്ട് എന്നെല്ലാം കണ്ടപ്പോ സ്വന്തം കാർ എടുത്തിട്ട് പോയ ചേച്ചിയാണ്. അതുകൊണ്ട് ചേച്ചിയുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ചേച്ചി? അതെ, ശരി, പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. അതെ, ശരിക്കും ഞാനിത് ഫസ്റ്റ് BJP നേതാവ് കൃഷ്ണകുമാറിന്റെ വീഡിയോ ആണ് ഫസ്റ്റ് കണ്ടത്. അത് കഴിഞ്ഞപ്പോ എന്റെ ആഗ്രഹം ശക്തമായി. തിരക്ക് വലുതായിട്ട് ബാധിക്കുന്നില്ല. ഓരോ വീഡിയോസും എനിക്കറിയില്ല, ഞാൻ കുംഭമേളയെ കുറിച്ച് എത്രത്തോളം വീഡിയോസ് അന്ന് കണ്ടു എന്ന്. ഓരോ വീഡിയോ കാണുന്തോറും എന്റെ ആഗ്രഹം ശക്തമായിക്കൊണ്ടിരുന്നു. ആഗ്രഹം ശക്തമാണെങ്കിൽ പ്രകൃതി അത് നടത്തിത്തരും എന്ന് പറയാറുണ്ട്. ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാനാണ് ശരിക്കും. എന്നിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോ ഫ്ലൈറ്റ് ടിക്കറ്റോ ട്രെയിൻ ടിക്കറ്റോ ഒന്നും ഇല്ല. ചേച്ചിയുടെ നെറ്റിന്റെ പ്രോബ്ലം ആണ്. ഓക്കെ, ചേച്ചി മടങ്ങി വരട്ടെ. കമറുജി, അങ്ങയുടെ പോയി വരവിന് ശേഷം ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ളത് നിങ്ങളുടെ ഫേസ്ബുക്കിലൂടെ അറിഞ്ഞിരുന്നു. അത് എങ്ങനെയാണ് അത് തരണം ചെയ്യപ്പെട്ടോ? എന്തൊക്കെയായിരുന്നു? മഹലിൽ വരെ നിങ്ങളുടെ ഫോട്ടോയൊക്കെ വിതറിക്കൊണ്ട് നിങ്ങളെ മാക്സിമം രീതിയിൽ ഉപദ്രവിക്കാൻ ചെയ്തു എന്നുള്ളത് അറിഞ്ഞു. അതെങ്ങനെയാ പറയാനുള്ളത് പ്രേക്ഷകരോട് പറയുകയാണ്? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞില്ലേ, നമ്മളെ ഭാരതത്തിന്റെ തന്നെ വലിയൊരു ആത്മീയ സംഘമാണ് നടന്നത്. ഏതൊരു ജാതിപത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും പോയിട്ടുണ്ട്. ഞാനും പോയി. ഇവിടെ വന്നു. ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ടതിന്റെ പ്രകാരം ഞങ്ങളെ ഈ ഏരിയ തന്നെ അറിയാലോ, അവിടെ നിന്ന് വല്ലാതെ എന്നെ പറയുന്നില്ല, എന്റെ പാരന്റ്സിനെയാണ് അവര് വിളിച്ച് ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്നത്. അവളിനി കലിമ ചൊല്ലി മതത്തിലേക്ക് വരണം എന്ന് പറയുന്ന ഒരു വിഭാഗം. പിന്നെ മഹലിലെ ഇതിനകത്ത് ഇട്ടത്, മഹലിലെ ഗ്രൂപ്പ് ഉപ്പാന്റെ ഫോണിൽ മാത്രമേ ഉള്ളൂ. അതിനകത്തൊക്കെ ഫോട്ടോ ഇട്ട ഫോട്ടോ മാത്രം ഉപ്പ കണ്ടിട്ട്, അപ്പോഴേക്കും ഉപ്പ കുറച്ച് എന്റെ അടുത്ത് ഇതായി. അപ്പോഴാണ് എന്റെ രണ്ടാമത്തെ ജ്യേഷ്ഠന്റെ ഭാര്യ വിളിച്ചിട്ട് വളരെ രൂക്ഷ വിമർശനങ്ങൾക്ക്, നല്ലത് പറയാനൊന്നും അവരെ കണ്ടില്ല, രൂക്ഷ വിമർശനങ്ങൾക്ക് ഇതായിട്ട് ഞങ്ങളാണെങ്കിൽ ജീവിക്കാൻ വിടൂലായിരുന്നു, വെട്ടി തുണ്ടമാക്കുമായിരുന്നു എന്നുള്ള തരത്തിൽ പറഞ്ഞു. അങ്ങനെ എല്ലാ മേഖലയിലും എന്താ പറയാ, നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യം പേരൻസിനെ വിളിച്ചിട്ട് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പേരൻസ് ഇപ്പൊ ഉപ്പ 2 ദിവസമായിട്ട് എന്നോട് മിണ്ടണമൊന്നുമില്ല. 2-3 ഇത് കഴിഞ്ഞതിന് ശേഷം, ഇത് അറിഞ്ഞതിന് ശേഷം 2-3 ദിവസമായിട്ടാണ് ശരിക്കും അദ്ദേഹം ഈ വീഡിയോ കാണുന്നത്, ഇവരയച്ചിട്ട്. അതിനുശേഷം എന്നോട് സംസാരിക്കുന്നൊന്നുമില്ല. അപ്പൊ ഞാനും പിന്നെ എന്താണെന്നുള്ള, ഉപ്പാനെ കുറ്റം പറയല്ല, അങ്ങനെയുള്ള ഒരു ഇതിൽ ഉപ്പ നാട്ടുകാരെന്ത് പറയുന്നു അത് മാത്രം, അങ്ങനെയാണ് വീട്ടുകാര്. നാട്ടുകാരെന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഒരു പ്രശ്നമാണത്. അപ്പൊ ആ ഒരു തരത്തില് ഞാൻ വലിയൊരു അപരാധം ചെയ്തു എന്നുള്ള തരത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ
എന്നെ സംബന്ധിച്ച് ആരെന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ പാരന്റ്സ് അവരെ മുന്നിലാണ് ഞാൻ എപ്പോഴും എന്റെ എല്ലാ ഇതും താഴേക്ക് പോകുന്നത്. അപ്പോ അവർക്കും അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം ഞാൻ എപ്പോഴും ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ എടുത്ത് ജീവിക്കുന്ന ഒരാളാണ്. പലമത സാരവേഗം എന്നുള്ളത്. ഗുരുവിനെയും വിവേകാനന്ദ സ്വാമികളെ കുട്ടിക്കാലം തൊട്ടേ ഞാൻ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരാളാണ്. ആ ആശയങ്ങളോട് ജീവിക്കുന്ന ഒരാളാണ്. അത്ര തന്നെ ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ എന്താ പറയാ, പറഞ്ഞാൽ അവർക്കൊന്നും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്തൊക്കെയോ വലിയ തെറ്റ് ചെയ്തു എന്നുള്ളതിൽ ഇപ്പൊ പള്ളിയിലൊന്നും പോകുന്നില്ല. സത്യം പറഞ്ഞിട്ടുണ്ട്. അന്ന് BJP-യിലേക്ക് ഞാൻ ചേർന്നപ്പോ 2 ആഴ്ച പുറത്തിറങ്ങാതെ നടന്ന അതേ അവസ്ഥ തന്നെയാണ് ഇത്. അതിലും കുറച്ചും കൂടി രൂക്ഷമാണെന്നാണ് എനിക്കിപ്പോ തോന്നിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്നോട് പറയാതെ ഇവരൊക്കെ എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വിളിച്ച് ഇത്തരക്കാരോട് ഇഞ്ചക്ട് ചെയ്ത് കുടുംബത്തിൽ ചേച്ചിയുടെ വലിയ എക്സ്പീരിയൻസ് പ്രശ്നം വെച്ചിട്ട് എങ്ങനെയാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പറയാനുള്ളത്? ഈ പറയുന്ന എങ്ങനെ മതവിഭാഗമുണ്ടല്ലോ, സമാധാനത്തിന്റെ മതം എന്നാണ് അവർ സ്വയം, മറ്റേ എന്റെ പേര് ബിനീഷ് കുമാറാണ്, കുഞ്ഞിക്കുന്ന് എന്ന് നാട്ടുകാർ വിളിക്കുമെന്നുള്ള പോലെ, എങ്ങനെയാണ് ചേച്ചി അവരോട് പറയാനുള്ളത്? എന്താണ് ഇപ്പൊ കൊമർനീസയുടെ ഈ ഒരു ദുരനുഭവം വെച്ചിട്ട് കൂടി പറയുകയാണെങ്കിൽ ചേച്ചി എങ്ങനെ പറയാ? ചേച്ചി ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളാണല്ലോ, എന്തായിരിക്കും പറയാ? ഞാൻ കമറുന്നീസയെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. കാരണം ആ കുട്ടി ഇങ്ങനെയുള്ള ഇത്രയും ഒരു റിജിഡ് ചിന്താഗതിയുള്ള ഒരു ഫാമിലിയിൽ നിന്നും ഒരു ജില്ലയിൽ നിന്നും ആ ഒരു പ്രദേശത്ത് നിന്ന് വന്ന് അവിടെ പോയി സ്നാനം ചെയ്തു എന്ന് പറയുമ്പോൾ റിയലി ഐ ആം ഗോയിങ് ടു അപ്രീഷിയേറ്റ് ഹർ. കാരണം എന്ന് വെച്ചാല് നല്ല ഒരു കഴിവുള്ള കുട്ടിയാണ്, വ്യക്തമായിട്ട് ചിന്തിക്കാനുള്ള പക്വതയുള്ള കുട്ടിയാണ്. അപ്പൊ അവളെ അപ്രീഷിയേറ്റ് ചെയ്യണം. പക്ഷെ അതോടൊപ്പം തന്നെ ഞാൻ ഇതിനെ വിമർശിക്കുന്നവരോട് ഒരു കാര്യം പറയാണ്, മാങ്ങയുള്ള മാവിനല്ലേ കല്ലെറിയോണ്ട് പഴിച്ചു. അവർക്കൊന്നുമില്ലാത്ത പല ഗുണങ്ങളും കമറുന്നീസയിൽ ഉള്ളത് കൊണ്ടാണ് അവർ കല്ലെറിയുന്നത്. നമ്മൾ അത്രയും മനസ്സിലാക്കിയാൽ മതി. നമുക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ പോകുന്ന വഴി നേർരേഖയാണ്. നമുക്ക് മറ്റുള്ളവരുടെ ചിന്താഗതിക്കനുസരിച്ച് നമ്മുടെ ചിന്താഗതിയോ നമ്മുടെ ഭക്ഷണ രീതിയോ നമ്മുടെ വിശ്വാസങ്ങളോ നമുക്ക് മാറ്റാൻ പറ്റുമോ? ഓരോ വ്യക്തിയും സ്വതന്ത്രമായിട്ട് ജനിക്കുന്നു. അവനെന്ത് ചെയ്യണം? അവന് സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള സാഹചര്യമുള്ള ഒരു ഭരണഘടനയുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ജനാധിപത്യ സംവിധാനമുള്ള ഒരു നാട്ടിലാണ് ജീവിക്കുന്നത്. കമറുന്നീസ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ, 3 കുട്ടികളുടെ അമ്മയാണ്. അതോടൊപ്പം തന്നെ ഒരു കുടുംബിനിയാണ്. അവൾക്ക് എല്ലാം അറിയാം, ജീവിതത്തിലെ എല്ലാം അനുഭവിച്ച ഒരു സ്ത്രീയാണ്. അപ്പൊ അവർക്ക് എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഈ മക്കളെ പോറ്റണം, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ എങ്ങനെ എല്ലാം അറിയാവുന്ന ഒരു സ്ത്രീ. ഇവർ ഈ നാട്ടുകാർ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഒരാൾ എവിടെ പോകുന്നു, അയാൾ എവിടെ എന്തൊക്കെ പരിപാടികൾ പങ്കെടുക്കുന്നു എന്നുള്ളത് ഇവർക്ക് നോക്കേണ്ട ആവശ്യം എന്താ? അവരതിന്റെ പുറകെ പോയിട്ട് ഒരു കാര്യമില്ലെന്നേ. അവരങ്ങനെ കുരച്ചുകൊടും. ഞാൻ പറയില്ലേ, പിന്നെ ഇവര് ആകാശത്തേക്ക് നോക്കിയിട്ട് മറ്റേ പട്ടികൾ കുരക്കുന്ന പോലെ അവരൊക്കെ അങ്ങനെ കുരക്കട്ടെ. അവർക്ക് വേറെ ഇരകളെ കിട്ടി അവർ അതിന്റെ പുറകെ പോയിക്കോളും. ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട, ഗോ അഹെഡ്. ഓക്കെ, എനിക്ക് കമറുന്നീസയോട് പറയേണ്ട ധൈര്യമായിട്ട്. യെസ്, ഫുട്ബോളർ CK വിനീതൊക്കെ അടക്കമുള്ള കുറെ മാക്രികൾ കിടന്ന് മാക്രോം പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അല്ല കമറുന്നീസ, നിങ്ങൾ അവിടെ സ്നാനം ചെയ്ത സമയത്ത് പറയേ എന്തെങ്കിലും ഉണ്ടായോ? എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആ വെള്ളത്തിൽ കുളിച്ച സമയത്ത്? അവിടെ നിന്നൊന്നും ഉണ്ടായില്ല. ഇവിടെ കേരളത്തിൽ വന്നിട്ടാണ് ജിഹാദികൾ ചൊറിയാൻ തുടങ്ങിയത്. അവിടുന്ന് ചൊറിച്ചിലൊന്നും ഉണ്ടായില്ല. ഇവിടെ വന്നപ്പോഴാണ് ചൊറിയാൻ തുടങ്ങിയത് ഇവര്. അത് വല്ലാത്ത ചൊറിച്ചിലായി പോയി. അപ്പൊ എന്താ പറയാ, എന്നോട് പലരും അധികാച്ചി പറഞ്ഞോളൂ. ഈ ഗംഗാ നദി തന്നെ പരിപാവനമായ ഒരു നദിയാണല്ലോ, നമുക്കറിയാം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. ആ നദിക്ക് തന്നെ ശിവന്റെ ജടയിൽ നിന്ന് വരുന്നു എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം. അപ്പൊ അത് വളരെ പരിപാവനമായിട്ട് കാണുകയും അതിനെ ആരാധിക്കുകയും ചെയ്ത, അത് പിന്നെ പ്രാചീന കാലം മുതൽക്ക് തന്നെയുണ്ട്. ഇസ്ലാമിന്റെയും ക്രിസ്തുമതത്തിന്റെയും ഒക്കെ മുമ്പ് തന്നെ സനാതന ധർമ്മം ലോകത്തിലുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിലാണ്. ദാറ്റ് ഈസ് യൂണിവേഴ്സൽ. അറിയോ? അപ്പൊ അത് നമുക്കറിയാലോ. പിന്നെ പല ഗോത്ര സമുദായങ്ങളിലും അറേബ്യയിലൊക്കെ ഇന്നും ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങളും പിന്നെ ശിവലിംഗം ഒക്കെ ഉണ്ട്. അതൊന്നും ഇപ്പൊ ഞാൻ അധികം പറയുന്നില്ല, ബൈജുവിനെ അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഈ ഗോത്രവർഗങ്ങളൊക്കെ തന്നെ എന്തായിരുന്നു, സെമിറ്റിക് മതക്കാരൊക്കെ അവരുടെ പിൻഗാമികളൊക്കെ എന്തായിരുന്നു, വിഗ്രഹാരാധകരും അതോടൊപ്പം തന്നെ പിന്നെ പ്രകൃതി ആരാധകരും പുഴകളെയും മലകളെയും ഒക്കെ പൂജിച്ചിരുന്ന സംസ്കാരമായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു സംസ്കാരത്തിന്റെ എന്തായാലും ഉണ്ടാവുമല്ലോ, ഓരോ മനുഷ്യന്റെ ജീനിലും അതുണ്ടാവും. അപ്പൊ അതിനെ ഒരാൾ പോയി അവിടെ പോയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ അവിടെ പോയിട്ട് ഒന്ന് കുളിച്ചു എന്നത് വലിയ തെറ്റായി കാണുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഇടുങ്ങിയ ചിന്താഗതിയാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത് ഇനി അവര് മാറില്ല. അവര് മാറണമെങ്കിൽ മാറിക്കോട്ടെ. നമുക്ക് 1000 കുടത്തിന്റെ വായ അടക്കാം, പക്ഷെ മനുഷ്യന്മാരുടെ ഒരാളുടെ വായ പോലും അടക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മുടെ പഴമക്കാര് പറയുന്നത്.
നമുക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യാം. നമ്മുടെ പ്രവൃത്തി കൊണ്ട് ബാക്കിയുള്ളവർക്ക് മാനസികമായോ ശാരീരികമായോ ബുദ്ധിമുട്ട് ഉണ്ടാക്കാതെ ഇരുന്നാൽ മാത്രം മതി. നമ്മൾ പൊതുസമൂഹത്തിനും നമ്മുടെ കുടുംബത്തിനും അല്ലെങ്കിൽ നമ്മള് സമൂഹത്തിനും സൊസൈറ്റിക്കും നല്ലത് ചെയ്ത് ജീവിക്കുക, അത്രേ ഉള്ളൂ. അതില് നമ്മൾ തൃപ്തിപ്പെടുത്താൻ നോക്കുക. അല്ലാതെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ മൈൻഡേ ചെയ്യേണ്ട ആവശ്യമില്ല. ചിലര് പറയും, എന്നോട് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ പക്ക കാഫറായിന്നും, ഞാൻ അവിടെ പോയിട്ടാണ് ഈ കയ്യിൽ ഇത് അവിടുന്ന് വാങ്ങിച്ചു കിട്ടിയത്. അപ്പൊ എന്നോട് പറയാം, നീ പക്ക കാഫറാണ്, നീ ഇങ്ങനെ. ഞാൻ കാഫറായിക്കോട്ടെ, അതിനെന്താ കുഴപ്പം? എനിക്ക് ഇങ്ങനെ ഞാൻ പോയെങ്കിൽ എനിക്ക് സ്വർഗം കിട്ടില്ല, എനിക്ക് സ്വർഗം വേണ്ടെന്നേ, നരകല്ലേ നല്ലത്, എന്താ കുഴപ്പം? ദൈവത്തിനെ നരകം സൃഷ്ടിച്ചത്, നരകത്തേക്കും ആളുകൾ വേണ്ടേ? അവരൊക്കെ സ്വർഗത്തിൽ പോട്ടെ, ഫസ്റ്റ് പോയിട്ട് തന്നെ അവര് മുന്നിൽ പോയിട്ട് ടിക്കറ്റ് എടുത്തിരിക്കും. ഓക്കെ, അല്ല നമുക്ക് ചേച്ചി, വേണ്ടത് ഞാൻ പറയട്ടെ, 72 ഹൂറികളെയും മദ്യപ്പഴി, നമ്മളൊക്കെ ബോംബെയിൽ റെഡ് സ്ട്രീറ്റിനെ കുറിച്ച് നമ്മളൊക്കെ പണ്ട് കേൾക്കാറുണ്ട്. ഇത് ഒരുക്കി വെച്ചിരിക്കുന്നത് ദൈവമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ടത് തന്നെയാണ്. ഞാൻ എന്തായാലും ചോദിക്കുന്നു. അവരോട് എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ. ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ പറയണം, അവരോട് എനിക്ക് ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ. ഞാന് പ്രയാഗ്രാജിൽ പോയിട്ട് പുണ്യസ്നാനം ചെയ്തിട്ട് ഞാൻ നരകവാസിയാവുന്നെങ്കിൽ, അവര് സിറിയയിലും അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലും പോയി പൊട്ടിത്തെറിച്ച് ഹൂറികളുടെ അടുത്തേക്ക് പോകാൻ അവർക്ക് സ്വർഗം കിട്ടുമ്പോൾ അവരങ്ങനെ പൊക്കോട്ടെ. എനിക്ക് ഇങ്ങനെ പ്രയാഗ്രാജിൽ പോയിട്ട് നരകം കിട്ടുകയാണെങ്കിൽ ആ നരകത്തെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അത്ര എനിക്ക് അവരോട് പറയാൻ, വേറെ ഒന്നും പറയാനില്ല. പക്ഷെ മാറും, തലമുറ മാറും. ഞാന് BJP നേതാവ് കൃഷ്ണകുമാർ സാറിന്റെ വീഡിയോ ആണ് ആദ്യം കണ്ടത്. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ശക്തമായ ഒരു ആഗ്രഹം ഉണ്ടായത്, അവിടുത്തെ ഒരു ഐഡിയ കിട്ടിയത്. പിന്നെ ഇഷ്ടം പോലെ വീഡിയോസ് ഞാൻ കണ്ടു. എന്റെ ആഗ്രഹം വളരെ ശക്തമായിരുന്നു. പ്രകൃതി അത് നടത്തി തന്നു. കമറും ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആദ്യം എനിക്കും ഉണ്ടായിരുന്നു. ആരും കൂടെ ഇല്ല, ഞാൻ ഒറ്റയ്ക്ക്, പിന്നെ 2 ഡ്രൈവേഴ്സും. അങ്ങനെ പെട്ടെന്ന് ഡിസൈഡ് ചെയ്ത് സാറിന്റെ ഈ ഒരു ചാനൽ കണ്ട 2 പെൺകുട്ടികളുടെ ഇന്റർവ്യൂ കണ്ട ശേഷമാണ് ശരി എന്തായാലും പോവാന്ന് ഞാൻ തീരുമാനിച്ചത്. എന്നിട്ട് പലരെയും വിളിച്ചു, വരാന്ന് പറഞ്ഞു. എല്ലാരും ലാസ്റ്റ് മൊമെന്റിൽ മാറി. ഒറ്റയ്ക്കായ ഒരു പേടി എനിക്കുണ്ടായിരുന്നു ശരിക്കും. അവിടെ പോയാൽ എങ്ങനെ, നമ്മൾ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞ ഭഗവാന്റെ അനുഗ്രഹം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ചെന്നൊരു 15 മിനിറ്റ്സ് നമ്മൾ ഒന്നും നോക്കിയല്ല പോയത്. 2 ബെഡ്ഷീറ്റ് കരുതിയിരുന്നു, നിലത്തെങ്കിലും വിരിച്ച് കിടക്കാം. എന്റെ ഡ്രൈവർ സാബുവിനോട് പറഞ്ഞു, നമുക്ക് അങ്ങനെയെങ്കിലും ചെയ്യാം, എന്തായാലും നമുക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പെട്ടെന്ന് തീരുമാനിച്ചു. ഹസ്ബൻഡ് സാധനങ്ങളൊക്കെ പെട്ടെന്ന് മേടിച്ചു, കുറെ ഫ്രൂട്ട്സും സ്നാക്സും ഒക്കെ കൊണ്ടുപോയി. അവിടെ പോയി പറഞ്ഞ വിശ്വസിക്കില്ല, ഒരു 15 മിനിറ്റിനുള്ളില് ഒരു ഡോർമിറ്ററി, നമുക്ക് വേണ്ടി വിരിച്ചിട്ട പോലെ 3 ബെഡ്, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ ഫില്ലായി. എന്നിട്ട് ശരിക്കും 100 രൂപ. ഇന്ന് നമ്മൾ കേറുന്ന നേരം തൊട്ട് അടുത്ത ആ സമയം വരെ 24 hours ശരിക്കും അത് കിട്ടി. ഒന്ന് റെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ആഗ്രഹം, നാളത്തെ കുളിയെ കുറിച്ചുള്ള ആ ഒരു സ്നാനത്തെ കുറിച്ചുള്ള ഒരു ചിന്ത. എല്ലാരും രാത്രി 2 മണിക്കൊക്കെ സ്നാനം കഴിഞ്ഞ് വന്നു. ഞാനും എണീറ്റ് അപ്പൊ തന്നെ റെഡി ആയിരിക്കുകയാണ്. അപ്പൊ ഈ ഡ്രൈവേഴ്സ് വണ്ടി ഓടിച്ച ക്ഷീണത്തിൽ അവര് നല്ലോണം ഉറങ്ങിപ്പോയി. ഞാൻ നോക്കിയപ്പോ പറയാതിരിക്കാൻ പറ്റൂല, വാഷ്റൂംസ് ഒക്കെ പക്ക നീറ്റ്. നമുക്ക് അവിടെ ഒരു മണമോ ഒന്നുമില്ല. എന്ത് വൃത്തി! ഇത്രയും ആൾക്കാര്. ശരിക്കും അത് പോകുന്നവർക്കേ മനസ്സിലാവുള്ളൂ. ഇവിടെ ഇരിക്കുമ്പോൾ അത് അറിയില്ല ശരിക്കും. അവിടുത്തെ തിരക്കിനെ പറ്റി പറയുന്നു, പക്ഷെ തിരക്കോ ഒന്നും. ഞാനിവിടെ ആറ്റുകാൽ അമ്പലത്തിലോ എനിക്ക് കുത്തി ഞെരുങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ഒരു ശ്വാസം മുട്ടലാണ്. ഡിപ്രഷനൊക്കെ ഉള്ള ആളാണ്. അപ്പൊ ഞാൻ ആ തിരക്കിന്റെ ഇടയിലൊന്നും പോയി തൊഴാറില്ല, ദൂരെ നിന്ന് തൊഴുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് അവിടെ നടന്നിട്ട് ഈ പറഞ്ഞ പോലെ 6 കിലോമീറ്റർ നമുക്ക് നടക്കണമായിരുന്നു സ്നാനത്തിന്. ഒട്ടും ഒരു ബുദ്ധിമുട്ടും. ഇവിടെ ആണെങ്കിൽ ഒരു കൊറിയർ വന്നു കഴിഞ്ഞാൽ വാങ്ങാൻ പോണത് കുട പിടിച്ചിട്ടാണ് എന്റെ ഗേറ്റ് വരെ. എന്നുവെച്ചാൽ വെയിലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ സൈനസ് തുടങ്ങും. ശരിക്കും ഈ 6 കിലോമീറ്റർ ഞാൻ വെയിൽ കൊണ്ട് എങ്ങനെ നടന്നു, എനിക്ക് ഭയങ്കര അതിശയമാണ്. അവിടെ പോയപ്പോഴും എനിക്ക് അവിടെ ത്രിവേണി സംഗമത്തിൽ തന്നെ സ്നാനം ചെയ്യണമെന്ന് മനസ്സിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു. ബോട്ടിൽ പോയി സ്നാനം ചെയ്തു. അത് കഴിഞ്ഞ് മറ്റേ കുറി തൊടണമെന്ന് അതും ശക്തമായ ആഗ്രഹമായിരുന്നു. നടുക്ക് മറ്റേ സിമ്പിളൊക്കെ വെച്ചിട്ട് അത് സാധിച്ചു. ശരിക്കും ആരോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇത്രയും ട്രാവൽ ചെയ്തിട്ട് കാറിലിരുന്ന്, എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആളാണ്, ബാക്ക് പെയിൻ. 5 മിനിറ്റ്സ് എനിക്ക് ഇരിക്കാൻ പറ്റില്ല, ഇത് എങ്ങനെ ഇരുന്ന് പോയിന്നോ. പിന്നെ ദൈവത്തിന് ഓരോ
ഉദ്ദേശങ്ങളുണ്ട്. വരാന്ന് പറഞ്ഞ പലരും ലാസ്റ്റ് മൊമെന്റിൽ മാറി. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് ബാക്കിൽ കുറെയൊക്കെ കിടന്നു പോവാൻ പറ്റി, ഇരിക്കേണ്ടി വന്നില്ല ശരിക്കും. അതൊക്കെ ശരിക്കും ഓരോരോ അനുഗ്രഹം. അവര് ലാസ്റ്റ് മൊമെന്റിൽ മാറിയവരുണ്ട് ഓരോരോ കാരണങ്ങൾ കൊണ്ട്. എനിക്ക് ശരിക്കും ഭയങ്കര സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. ഇവിടെ വന്ന് നമ്മള് പറഞ്ഞു തീരുന്നില്ല, ഓരോരുത്തരോടും ഈ വിശേഷങ്ങൾ പറഞ്ഞങ്ങോട്ട് തീരുന്നില്ല. അങ്ങനെ ഒരു അതിശയമായിരുന്നു ശരിക്കും യാത്ര എന്ന് പറഞ്ഞിട്ട്, ഭയങ്കര അതിശയമായിരുന്നു. ഇപ്പോഴും ശരിക്കും ഞാൻ ഇതില് ഓരോ ഭാഗമായ, എന്റെ യാത്രയുടെ ഓരോ ഭാഗമായ എല്ലാവർക്കും നന്ദി പറയുന്നു ഈ ഒരു അവസരത്തില് ശരിക്കും. എന്നിട്ട് സാറിന്റെ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ച, ആ 2 പെൺകുട്ടികളുടെ വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചു സുഖമായിട്ട് എനിക്ക് പോവാൻ പറ്റും എന്ന് പറഞ്ഞു. പക്ഷെ വീട്ടിലെല്ലാവർക്കും ടെൻഷൻ ആയിരുന്നു കേട്ടോ. കാരണം എന്റെ ലൈഫിൽ ആദ്യത്തെ ഒറ്റയ്ക്കുള്ള യാത്രയാണ്. ബാക്കിയെല്ലാം നമ്മൾ ഫാമിലിയുടെ കൂടെയാണ് പോകുന്നത്. എന്തായാലും ഭംഗിയായിട്ട് കലാശിച്ചു. ഭയങ്കര സന്തോഷം. ഓക്കെ, ആദ്യ ചേച്ചി എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനായിട്ടുണ്ടോ, വിട്ടുപോയതുണ്ടോ? അല്ല, എനിക്ക് ഒന്നുമില്ല. ഞാന് കമറുവിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴും ഭയങ്കര വിഷമമായി. അപ്പൊ ഞാൻ അവളോട് പറയുന്നത്, ഒരാളെ മൈൻഡ് ചെയ്യേണ്ട, നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്നതിന് നമ്മൾ അംഗീകരിക്കുക. ഈ കമറുവിനെ ഇന്ന് കല്ലെറിഞ്ഞവര് നാളെ അംഗീകരിക്കുമെന്ന കാര്യത്തില് ഒരു സംശയമില്ല. കാരണം ഒരുപാട് കഴിവുള്ള വ്യക്തിയാണ്. ഇത്തരം കുട്ടികൾ വരണം സമൂഹത്തിൽ നിന്നാണ്. മാറി ചിന്തിക്കുന്ന കുട്ടികളായിരിക്കണം ഈ സമുദായത്തിൽ നിന്ന് വരേണ്ടതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇന്ന് നമുക്കറിയാലോ, കൂടുതൽ കുട്ടികളൊക്കെ എഡ്യൂക്കേറ്റഡ് ആണ്. ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും അവരുടെ വസ്ത്രാധരണ രീതി, വസ്ത്രം ധരിക്കുന്നത്, അതുപോലെ തന്നെ അവരുടെ ചിന്താഗതിയൊക്കെ ഇടുങ്ങി വരുന്ന ഒരു കാലഘട്ടമാണ്. ബൈജു, ഞാനൊരു ഉദാഹരണം പറയാം. എന്റെ മദറിന്റെ കല്യാണ സമയത്ത് ധാവണിയായി. എന്റെ മദറിന് ഇപ്പൊ 67 വയസ്സുണ്ട്. ഓക്കെ, അവരൊന്നും അക്കാലഘട്ടത്തിൽ പർദ്ദയോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ പാഷനായിട്ട് ആയിരുന്നു അവരുടെ പിന്നെ ഹാഫ് കൈയുള്ള ബ്ലൗസ്, ധാവണിയൊക്കെ ചുറ്റിയിട്ട്. അപ്പോ ആ ഒരു കാലഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കി. അന്നത്തെ കാലഘട്ടത്തില് ഈ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചത് എന്റെ ഫാദറിന്റെ പെങ്ങളാണ്. ആ കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് SLC തിരുക്കാട് സ്കൂളിൽ നിന്ന് നല്ല മാർക്കോട് കൂടെ പാസ്സായ ഒരു വ്യക്തി എന്ന് പറയാം. അവർക്ക് 73 വയസ്സുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. ആ കാലഘട്ടം കഴിഞ്ഞു പോയി. ഇപ്പൊ കുട്ടികളെല്ലാം എഞ്ചിനീയറിംഗും അതുപോലെ തന്നെ ഇവര് MBBS ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ വളരെ ഇടുങ്ങിയ ചിന്താഗതിയിലേക്ക് മാറി വരുന്നു എന്നതിന് ഉദാഹരണമാണ് നമ്മുടെ നിമിഷ ഫാത്തിമ, അതുപോലെയുള്ള മറ്റൊരു കുട്ടിയുണ്ടല്ലോ, സോണി സെബാസ്റ്റ്യൻ ഒക്കെ. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആ ഒരു രീതിയിലേക്ക് പോവാതെ ഇത്തരം കാര്യങ്ങളിലേക്ക് വന്ന്, ഞാൻ പറയുന്നത് കുറച്ചും കൂടെ നമ്മുടെ സംസ്കാരത്തെ അറിഞ്ഞ്, നമ്മുടെ ഭാരതത്തിന്റെ പൈതൃകത്തെ അറിഞ്ഞ് ജീവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യ സ്നേഹിയായിട്ട് മാറാൻ പറ്റും. അവരുടെ ആ ഒരു ഇടുങ്ങിയ മനസ്സിൽ നിന്നും ഒരുപാട് വേസ്റ്റുകൾ അവർക്ക് എടുത്തു കളയാൻ പറ്റുകയും അതൊരു നല്ലൊരു ലോകത്തേക്ക്, അത് ശാന്തിയും സമാധാനവും ഉള്ള ഒരു അന്തരീക്ഷം ഇതാണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു വഴിയും കൂടെയാണ് ഇത്തരം യാത്രകൾ എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? നമുക്കറിയാം, ഇവിടുന്ന് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പല കുട്ടികളും പോയി അങ്ങോട്ട് സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും. ഇപ്പൊ അവരുടെ അവസ്ഥ എന്താ, കുടുംബത്തിന്റെ അവസ്ഥ എന്താണ്? ആ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ ഇവർക്കൊക്കെ കയ്യടി കിട്ടുമായിരിക്കും. പക്ഷെ ആ രീതിയിലേക്കൊന്നും ഒരാളും പോവാൻ പാടില്ല എന്നൊരു ഉപദേശം കൂടെ ഉണ്ട്. കുട്ടികള് നമ്മുടെ ആത്മീയ ഇന്ത്യയെ അറിഞ്ഞു വളരണം. കമറൂനെ പോലത്തെയുള്ള യുവതലമുറ ആ രീതിയിലേക്ക് വളർന്ന് അവരുടെ മക്കളും ആ രീതിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ സംഘടനകളില്ലാത്ത നല്ല ഒരു സനാതന ഭാരതം നമുക്ക് കെട്ടിപ്പടുക്കാം എന്നത് ഞാൻ വിശ്വസിക്കുന്നു. അവരോട് പറയാനുള്ള മെസ്സേജ് എന്താണ്? എന്തെങ്കിലും പറയാനുണ്ടോ കമറുന്നീസാജി? കമറുന്നീസാജി കേട്ടു എന്ന് കരുതുന്നു. എന്തെങ്കിലും പറയാനുണ്ടോ? വന്നപ്പോഴേ എന്നോട് പലരും പറഞ്ഞത്, എന്നോട് നീ മുസ്ലിമാന്ന് അറിയതേ. കേൾക്കുന്നുണ്ടോ? പറയൂ. അപ്പൊ ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത്, എന്നോട് പലരും പറഞ്ഞു നീ മുസ്ലിമാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ആ ഗംഗ തന്നെ സമാധിയാക്കുമായിരുന്നു, അത് അറിയാത്തത് കൊണ്ടായിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്ത്. ഓക്കെ, അവരുടെ നെറ്റ് പോയതാണെന്ന് തോന്നുന്നു. സിന്ധു ചേച്ചി, എന്തെങ്കിലും ഇവരുടെയൊക്കെ ഈ അവര് വന്നിട്ടുണ്ട്, ഒരു സെക്കൻഡ്. കമറുജി കേൾക്കുന്നുണ്ടെങ്കിൽ തുടർന്നോളൂ. പറഞ്ഞു. യെസ്.
പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞത് അപ്പൊ ആളുകളുടെ വിചാരം എന്താണ്, ഞാൻ അവിടെ മുസ്ലിം ആണെന്ന് പറഞ്ഞല്ല പോയത്, ആണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ അവിടെ വെച്ച് തന്നെ ആളുകൾ തീർക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞവരുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ പോയത്, എന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോയത്. പക്ഷെ എനിക്ക് അവിടെ യാതൊരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. എല്ലാവരും നല്ല റെസ്പെക്റ്റോടെ തന്നെയാണ് നമ്മളെ ഇതാക്കിയത് എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇവിടെയുള്ള ആളുകളുടെ തെറ്റായ ധാരണ നോക്കൂ, ജിഹാദികളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും അവരുടെ വല്ലാത്തൊരു ചിന്ത എനിക്ക് മനസ്സിലായി. നിന്നെ അവിടെ വെച്ച് സമാധി പറഞ്ഞോളൂ പറഞ്ഞോളൂ. കഴിഞ്ഞോ? ഞങ്ങൾ കുറച്ച് ഭാഗം കേട്ടില്ല അല്ലെ? പറഞ്ഞു കഴിഞ്ഞല്ലോ അല്ലെ? ഓക്കെ. കേൾക്കുന്നുണ്ടായിരുന്നില്ല അല്ലെ? സിന്ധു ചേച്ചി എന്താണ് ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത് പ്രേക്ഷകരോടുകൂടെ കൂടിയിട്ട്? ശരിക്കും പോകാൻ പറ്റിയത് ഭയങ്കര ഭാഗ്യമാണ്. പിന്നെ എന്ത് പറയാൻ, എനിക്ക് പറയാൻ വാക്കുകളില്ല ശരിക്കും പറഞ്ഞാല്. ഞാൻ ഓരോരോ വന്ന 4 വർഷം കൂടുമ്പോഴാണ് കുംഭമേള ഉള്ളത്. 4 വർഷം കൂടി അത് 12 വർഷമായി കഴിഞ്ഞാൽ പൂർണ്ണ കുംഭമേളയാവുന്നു. 12x12 പൂർണ്ണ കുംഭമേളയുടെ 12 ആവുമ്പോൾ 144 ആവുന്നു. ഒരു മനുഷ്യായുസിൽ പങ്കെടുക്കാൻ പറ്റാത്ത വലിയ മഹാഭാഗ്യമായിരുന്നു ഈ 26-ാം തീയതി ശിവരാത്രിയോടുകൂടി അവസാനിച്ച കുംഭമേള. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, കുംഭമേള ആ ഒരു സ്നാനം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ പറയുന്ന ത്രിവേണി സംഗമ സ്നാനം വർഷത്തിൽ എല്ലാ ദിവസവും നടക്കുന്ന കാര്യമാണ്. മാത്രമല്ല ആർക്കും പോകാൻ പറ്റുന്നതാണ്. ഇപ്പൊ ഏതൊരു എക്സ്പീരിയൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമ്മൾ ഒരു കാല് മുന്നോട്ട് വെക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ബാക്കി അടുത്ത കാല് വെക്കാനുള്ള സ്പേസും നമ്മുടെ പിറകെയും നമ്മുടെ മുൻപിലും നമ്മുടെ വശങ്ങളിലും മഹാദേവൻ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും എന്നുള്ളത് അവിടെ പോയി വന്നിട്ടുള്ള ഏതൊരാൾക്കും സാക്ഷ്യപ്പെടുത്താനുള്ളത് അത് മാത്രമാണ്. ഒരു ചെറിയൊരു വേദനയോ ചെറിയൊരു ബുദ്ധിമുട്ട് പോലും മഹാദേവൻ വരുത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഇതിലധികം നമ്മൾ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം സിന്ധു ചേച്ചിയൊക്കെ പറഞ്ഞു അവർക്ക് ബാക്ക് പെയിനും മറ്റ് ഒട്ടേറെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാറില്ല എന്നുള്ളതും ഒരു തിരക്കിലെങ്ങോട്ടും പോവാറില്ല എന്നുള്ളതും, അതുപോലെ കമറുനീസ പറഞ്ഞു ഒരുപാട് നടക്കാറില്ല എന്നുള്ളതും, അതിക ചേച്ചി പറഞ്ഞു എല്ലാവരും അവരുടെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് തിരക്ക് പിടിച്ചു നിൽക്കുന്ന ആളുകളാണെങ്കിൽ പോലും അവരുടെ ഫീൽഡിനോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിനോ ഒന്നിനും ഒരു പ്രശ്നവും വരുത്താതെ മഹാദേവൻ കൃത്യമായിട്ട് കൊണ്ടുവന്നു. അതുകൊണ്ട് 4 വർഷം കൂടുന്ന അടുത്ത കുംഭമേള വരുമ്പോഴെങ്കിലും പോകാൻ ശ്രമിക്കുക. കുറഞ്ഞ ചിലവ് മാത്രമേ ഉള്ളൂ. മുൻകൂറായി നമ്മൾ പോവാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ 60 ദിവസം ആ ഒരു മുൻപേ തന്നെ നമ്മൾ ബുക്ക് ചെയ്യുക റെയിൽവേയിൽ. കുറഞ്ഞ ചെലവിൽ പോയി വരാം. ഏകദേശം 3000-4000 രൂപ അങ്ങനെ പോവുകയാണെങ്കിൽ വരികയുള്ളൂ. അല്ലാതെ ഈ പറയുന്ന 25,000, 50,000, 1 ലക്ഷം ഒന്നും വേണ്ട. മാത്രമല്ല നിങ്ങൾക്ക് തനിയെ പോകാൻ പറ്റും. ഇന്ന് കേരളത്തിന്റെ തെരുവിലും അതല്ലെങ്കിൽ കേരളത്തിൽ പകലും ഇരുട്ടിലും ഇറങ്ങി നടന്നാൽ എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ അവിടെ കൃത്യമായിട്ടും ഉത്തരമുണ്ട്. ഇവിടെ ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും കുഞ്ഞു മക്കളായാലും പോലും കേരളത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടെങ്കിൽ നിങ്ങൾ ഉത്തർപ്രദേശിൽ പോയി നോക്കൂ. എന്തിനും ഏതിനും ഉത്തർപ്രദേശിലേക്ക് നോക്കി കുരയ്ക്കുന്ന വർഗങ്ങളോട് പറയാനുള്ളത്, ഏതൊരു സ്ത്രീക്കും മാനം മര്യാദയോടുകൂടി നട്ടപ്പാതിരയ്ക്കും ധൈര്യസമേതം നടക്കാൻ പറ്റുന്ന ഒരു നാടുണ്ടെങ്കിൽ അതിന്റെ പേരാണ് യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന, സന്യാസി വര്യൻ ഭരിക്കുന്ന ഉത്തർപ്രദേശ് എന്ന് പറയുന്ന നാട്. അതുകൊണ്ട് കുരയ്ക്കുന്ന വർഗമേ അവിടെ പോയിട്ട് അനുഭവിച്ചു വരും. അതാണ് ഈ സ്ത്രീരത്നങ്ങൾ എല്ലാം പറയുന്നത്. കൂടുതലൊന്നും പറയാനില്ല. ചൊറിയും മറ്റു ഭാഷ കൂടിയാണ് ഉപയോഗിക്കേണ്ടത്. ആ ഒരു പ്രാസമിപ്പിച്ച് പറയുകയാണെങ്കിൽ അതുകൊണ്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല. ഈ ഒരു വിഷയമായതുകൊണ്ട് മാക്രികളെ, ജിഹാദികളെ, നിങ്ങൾ ചൊറിഞ്ഞുകൊണ്ടേ തീരുക. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ചൊറിച്ചിൽ മൂത്ത് അത് പൊട്ടി വ്രണമായി ഒലിക്കുന്ന അവസരങ്ങളാണ് വരാനിരിക്കുന്നത്. കാരണം ഒരു രാജ്യത്തിന്റെ പകുതി ജനസംഖ്യ ഈ പറയുന്ന 60 കിലോമീറ്ററിന് ചുറ്റളവിൽ കൂടിയിട്ടുണ്ടെങ്കിൽ കേരളം ഇതെന്തോ വലിയ ജിഹാദികളുടെ താവളമാണെന്ന് വലിയ വായിൽ പറയുന്ന നിങ്ങൾ മനസ്സിലാക്കുക. ആ ഹിന്ദുക്കൾ കേരളത്തിലേക്ക്, ആ ഹിന്ദു സംസ്കാര വാഹകർ, ആ സനാതന ധർമ്മികളുണ്ടല്ലോ, അത് കേരളത്തിലേക്ക് വരാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് കേരളം എന്തോ വലിയ സംഭവമാണ്, ഞമ്മന്റെ ആ ഒരു കളിത്തൊട്ടിലാണെന്ന ധാരണയുണ്ടെങ്കിൽ 65 കോടി ജനങ്ങൾ ഈ 60 കിലോമീറ്ററിൽ വെറും 45 ദിവസം അവിടെ ഒത്തുകൂടിയിട്ടുണ്ടെങ്കിൽ ആ ജനങ്ങൾക്ക് കേരളവും അപ്രാപ്യമല്ല എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. എന്തായാലും വിശിഷ്ട വ്യക്തികൾക്ക്, അതിഥികൾക്ക്, നമ്മുടെ സഹോദരിമാർക്ക് വലിയ ബിഗ് സല്യൂട്ട് തന്നെയാണ് കൊടുക്കേണ്ടത്. ഇത് വലിയൊരു ഇൻസ്പിറേഷൻ ആണ്. കാരണം ഇത്തരത്തിൽ ആർക്കും തനിയെ പോകാൻ പറ്റുമെന്നുള്ളത് തെളിയിച്ച സ്ത്രീരത്നങ്ങളാണ്. അവരെ നമ്മൾ ആ രീതിയിൽ തന്നെ ആദരിക്കേണ്ടതുണ്ട്, അവരെ നമ്മൾ ബഹുമാനിക്കേണ്ടതുണ്ട്. പുണ്യ സ്നാനം ചെയ്ത അവരെ കാണുന്നത് തന്നെ പുണ്യമാണ് എന്ന് വിശ്വസിക്കുന്ന സനാതന ധർമ്മത്തിൽ നിന്നുകൊണ്ട് നമുക്ക് കൂടുതൽ പോരാടാമെന്ന് മാത്രമേ പറയാനുള്ളൂ. വിശിഷ്ടാതിഥികൾക്ക് ഒരുപാട് നന്ദി. തൽക്കാലം നമ്മൾക്ക് ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. ഇനിയും ഇത്തരത്തിൽ ഒരുപാട് വേദികൾ വരുമ്പോൾ നമുക്ക് വീണ്ടും കാണാമെന്ന ആ ഒരു വിശ്വാസത്തോടെ നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം. താങ്ക് യു സർ.